ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ കുക്കർ മത്തി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. കുറച്ച് മത്തിയും കുക്കറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്കിൽ വായോ. ആദ്യം നമുക്ക് കുറച്ച് മത്തിയിൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടി അതും ഒരു സ്പൂൺ, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു അളവിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇത്രയും എടുത്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. കുറച്ച് ഓയിലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. അതിനകത്ത് നമുക്ക് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ, ആവശ്യത്തിന് ഓയിൽ, നമ്മളെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു. ഓയിലൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പോൾ ഓയിൽ കുറവാണ് വേണ്ടുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ കറിവേപ്പില കുറവാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ മത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. മത്തി നന്നായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം, ഞാനത് കാണിച്ചിട്ടില്ല, പുളിവെള്ളം ചേർക്കാനുണ്ട്. കുറച്ച് മതി, പുളി ഇഷ്ടപ്പെടുന്നവർ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് ഒരു വിസിലിന് വേവിക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒരു പൊടി പോലും പൊടിഞ്ഞിട്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.